യേശുവിൻ്റെ മൊഴികളിലും യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വവും യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വവും എന്നും നിറഞ്ഞ് നിന്നിരുന്നു. ഇതിലാണ് പിതാവും പുത്രനും രണ്ടാണ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആൾക്കാർക്ക് വരുന്നത്. തൻ്റെ മാനുഷിക സ്വഭാവത്തിൽ ഹ്യൂമൻ നേച്ചറിൽ യേശു പറഞ്ഞു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അല്ല, മുറിച്ചിട്ട് പറയും മൂന്നാണ് പക്ഷേ ഒന്നാണ്, ഒന്നാണ് പക്ഷെ മൂന്നാണ്. fall in love with the truths that is given in this book, the Lord's book, Bible. യഹോവയുടെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യഹോവ ജഡം ധരിച്ചെത്തിയ, യഹോവ മനുഷ്യനായിട്ട് വന്ന നസ്രായനായ യേശുവിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു പിതാവേ പിതാവേ എന്ന് വിളിച്ചതുകൊണ്ട് പിതാവും പുത്രനും എങ്ങനെ ഒന്നാകും എന്നുള്ള ഇന്നസെൻ്റ് ഡൗട്ടുള്ളവർക്ക്, എന്ന് വെച്ചാൽ നഥാനിയേലിനെ പോലെ യേശുവിൽ വിശ്വാസമാണ്, യേശു ദൈവമാണെന്ന് തന്നെ വിശ്വാസമാണ്, എങ്കിലും യേശു പിതാവേ പിതാവേ എന്ന് വിളിച്ചിട്ടില്ലേ, അപ്പോൾ അതെങ്ങനെ ശരിയാകും എന്ന് ഉള്ള ഇന്നസെൻ്റ് ഡൗട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോയിൽ കൂടെ. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. ദൈവം തന്നെയാണ് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നത്. മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും പാപം പോക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മരണം ഏറ്റുവാങ്ങാൻ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യ ശരീരത്തിൽ ദൈവത്തിന് വരേണ്ടിയിരുന്നു. ഇതുകൊണ്ട് തന്നെയാണ് സൺ ഓഫ് ഗോഡ് എന്ന ഒരു യൂസേജ് ഉപയോഗിക്കുന്നത് തന്നെ. അല്ലാതെ യഹോവയുടെ പുത്രനായതുകൊണ്ടൊന്നുമല്ല, മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ സൺ ഓഫ് മാൻ എന്നുള്ള ആ ഒരു യൂസേജ് ബൈബിളിൽ ഉപയോഗിച്ച് കാണുന്നു. യേശുവിന് പൂർണ്ണ മാനുഷിക സ്വഭാവവും പൂർണ്ണ ഡിവൈൻ സ്വഭാവവും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പൂർണ്ണ മാനുഷിക സ്വഭാവം കാണിക്കുന്ന കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യേശു സ്ത്രീയുടെ സന്തതിയായിട്ടാണ് ഈ ലോകത്തിൽ വന്നത് തന്നെ. നമ്മൾ ഓരോരുത്തരും വളരുന്നത് പോലെ യേശുവും സാധാരണ പോലെ തന്നെ യേശുവും വളർന്നു. യേശുവിന് ദാഹിച്ചു, യേശുവിന് വിശന്നു, യേശു കണ്ണുനീർ വാർത്തു എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത് യേശുവിൻ്റെ കംപ്ലീറ്റ് ഹ്യൂമൻ നേച്ചറിനെ തന്നെയാണ്. മറ്റൊരവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യേശു ഗത്സമന തോട്ടത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ എക്സ്ട്രീംലി ട്രബിൾഡായിട്ട് അല്ലെങ്കിൽ സോറോഫുള്ളായിട്ട് കാണപ്പെട്ടു. താൻ നടന്നെടുക്കുന്ന കാൽവറി എന്ന യാഗപീഠത്തിനെ കുറിച്ചുള്ള സാധാരണ ഏതൊരു മനുഷ്യനെയും ആങ്ഷ്യസ് ആക്കുന്നത് പോലെ യേശുവിലെ മാനുഷിക നേച്ചറിനെയും അത് ആങ്ഷ്യസ് ആക്കിയിരിക്കുന്നു. നമ്മുടെ മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മരണവേദന പോലെ അനുഭവപ്പെട്ടു എന്നതാണ്. എക്സ്ട്രീം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ട്രോമ അനുഭവിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിന് വരുന്ന ഒരു റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കണ്ടീഷനാണ് ഹെമറ്റോ ഹൈഡ്രോസിസ് എന്ന വിയർപ്പിൻ്റെ തുള്ളികൾ പോലെ രക്തം ഒഴുകി വരുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥയും യേശു അതിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട്. നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ ചോരയായിരുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ പൂർണ്ണ മനുഷ്യൻ്റെ സ്വഭാവം യേശുവിലുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ക്രൂശും പേറി കാൽവറി മല കയറുന്ന യേശുവിന് ക്രൂശ് എടുക്കാൻ മേലാതെ ആകുന്നു. യേശുവിന് ക്രൂശ് ചുമക്കാൻ മേലാതാവുന്നതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശ് ചുമക്കാൻ അവർ മറ്റൊരാളെ സമീപിക്കുകയാണ് ഉള്ളത്. യേശുവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി എന്ന് വെച്ചാൽ ബൈബിളിൽ പറയുന്നത് അമിത ശക്തി എന്നുള്ളതാണ്. എഫേഷ്യൻസ് 6:10 പറയുന്നത് ട്രസ്റ്റ് ഇൻ ദ മൈറ്റി പവർ ഓഫ് ഗോഡ് എന്നാണ്. ഇത് മലയാളത്തിൽ എന്തു തന്നെയാണെങ്കിലും ട്രാൻസ്ലേഷൻ വളരെ നല്ല ട്രാൻസ്ലേഷനാണ്. യഹോവയുടെ അമിത ശക്തിയിൽ ആശ്രയിക്കുക എന്ന് ഈ ഒരു വേഴ്സ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ബാലാമിനെ കൊണ്ട് യഹോവ പറയുന്നൊരു പ്രൊഫസിയാണ്, കാളയുടെ അമിത ശക്തിയോടുകൂടി യഹോവ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരും എന്ന്. Is there a limit to my power എന്ന് നമ്പേഴ്സ് 11:23 യഹോവ മോശയോട് ചോദിക്കുന്നുണ്ട്. അമിത ശക്തിയുള്ള ദൈവമാണ് ക്രൂശ് ചുമക്കാൻ മേലാതെ ആയിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് യേശുവിൻ്റെ മാനുഷിക സ്വഭാവമാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചറാണ്. ഹി വാസ് എ കംപ്ലീറ്റ് ഹ്യൂമൻ. ഇതുപോലെ തന്നെ യേശു ഹി വാസ് എ കംപ്ലീറ്റ് God. He is the God. Jesus Christ of Nazareth is Lord, the God. തൻ്റെ ഡിവൈൻ നേച്ചറിൽ യേശു പറഞ്ഞു, ലാസറസ് കം ഔട്ട്, ലാസറെ പുറത്തു വരിക. ഉടയോൻ വിളിച്ചാൽ ചീഞ്ഞെഴുകാൻ തുടങ്ങിയ ലാസറിൻ്റെ സ്വഭാവം പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച് കല്ലറയിൽ നിന്നും പുറത്ത് വന്നേ മതിയാവുകയുള്ളൂ. തൻ്റെ ഡിവൈൻ നേച്ചറിൽ യേശു പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലെ അടങ്ങുക. ശിഷ്യന്മാർ വളരെയധികം ആശ്ചര്യപ്പെടുന്നു, ആരാണിവൻ കാറ്റിനെയും കടലിനെയും അടക്കുവാൻ കഴിവുള്ളവൻ? പ്രകൃതിയുടെ ഫോഴ്സസ് പോലും യേശുവിൻ്റെ ഒരു വാക്കിന് മുമ്പിൽ, ദൈവത്തിൻ്റെ വാക്കിന് മുമ്പിൽ അടങ്ങി നിൽക്കുന്നതായിട്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ പൂർണ്ണ ഡിവൈൻ നേച്ചറാണ് അത്
ഇതൊക്കെ കാണിക്കുന്നത്. ദൈവിക നേച്ചറിൽ അന്ധനായവൻ അല്ലെങ്കിൽ ജന്മന അന്ധനായവനും അവൻ്റെ കണ്ണുകളും യേശു പറഞ്ഞാൽ തുറന്നേ മതിയാവുകയുള്ളൂ. അന്ധർക്കും മൂകർക്കും ബധിരർക്കും കുഷ്ഠരോഗികൾക്കും എല്ലാം അവൻ്റെ വാക്കിനാൽ സൗഖ്യം വന്നേ മതിയാകത്തുള്ളൂ. അത് യേശുവിൻ്റെ പൂർണ്ണ ഡിവൈൻ നേച്ചറിനെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം യേശുവിൻ്റെ പ്രവൃത്തികളാണ്. യേശുവിൻ്റെ പ്രവൃത്തിയിൽ കൂടി യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കാണിക്കുന്ന ബൈബിളിലെ ഇൻസ്റ്റൻസസ് ആണ് ഇതൊക്കെ. ഇതുപോലെ തന്നെയാണ് യേശുവിൻ്റെ മൊഴികളും. യേശുവിൻ്റെ മൊഴികളിലും യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വവും യേശുവിൻ്റെ പൂർണ്ണ ദൈവത്വവും എന്നും നിറഞ്ഞ് നിന്നിരുന്നു. ഇതിലാണ് പിതാവും പുത്രനും രണ്ടാണ് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആൾക്കാർക്ക് വരുന്നത്. തൻ്റെ മാനുഷിക സ്വഭാവത്തിൽ ഹ്യൂമൻ നേച്ചറിൽ യേശു പറഞ്ഞു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്, ഫാദർ ഈസ് ഗ്രേറ്റർ ദാൻ ഐ. ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം ഫാദർ മറ്റൊരിടത്തുണ്ടെന്നോ പുത്രൻ പിതാവിനേക്കാൾ കുറച്ച് താഴെയാണെന്നോ ഒന്നുമല്ല. യേശു തന്നെയാണ് പിതാവ്. യേശു തന്നെയാണ് യഹോവ മനുഷ്യനായി വന്ന ആൾ. ഈ ഒരു ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചറും തമ്മിലുള്ള ഒരു ഷഫ്ലിംഗ് ആയിരുന്നു യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു കാണിച്ച പ്രവർത്തികളും യേശുവിൻ്റെ മൊഴികളിലുമെല്ലാം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ ഒരുപാട് ഡൗട്ട്സ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നതായിരിക്കും. സത്യ ഏക ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുറിഞ്ഞ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അല്ല, മറിച്ച് സത്യ ഏക ദൈവത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു അവസരത്തിൽ തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്, പിതാവല്ലാതെ മറ്റാരും ഇത് അറിയുന്നില്ല എന്നുള്ളത്. പുത്രൻ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ യേശു പറയുന്നത്. ഇതിൻ്റെ അർത്ഥം യേശുവിന് തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അറിയത്തില്ല, മറ്റൊരു പിതാവിനാണ് ഇത് അറിയുന്നത് എന്നുള്ളതല്ല. യേശുവിന് അറിയാൻ മേലായിരിക്കുമോ തൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണെന്നുള്ളത്? പുത്രന് അറിയാൻ മേലാതെ പിതാവിന് മാത്രം അറിയാവുന്ന കാര്യമാണോ? പിതാവ് തന്നെയാണ് പുത്രൻ. തൻ്റെ രണ്ടാമത്തെ വരവ് എന്നാണെന്നുള്ളത് ദൈവത്തിന് യേശുവിന് നന്നായിട്ട് അറിയാം. പക്ഷേ തൻ്റെ മാനുഷിക സ്വഭാവത്തിൽ യേശു പറഞ്ഞു പിതാവിന് അറിയത്തുള്ളൂ എന്നുള്ളത്. ഇവിടെ പിന്നെയും ഡൗട്ട്സ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ പിതാവിന് മാത്രമേ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അറിയത്തുള്ളൂ, യേശുവിന് അറിയത്തില്ല എന്നുള്ള ആ ഒരു സംശയം വരുന്നവർക്ക് വേണ്ടി യേശുവിൻ്റെ മൊഴികൾ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യേശു പറഞ്ഞ മൊഴികളാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. I am the Alpha and Omega, the beginning and the end. ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായ എല്ലാം അറിയുന്ന ദൈവത്തിന് തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് അറിയാതിരിക്കുമോ? തൻ്റെ മാനുഷിക സ്വഭാവത്തിൽ ആ ഹ്യൂമൻ നേച്ചറിലാണ് യേശു പറഞ്ഞത് പിതാവിന് മാത്രമേ അറിയാവൂ എന്നുള്ളത്. ഇതുപോലെ തന്നെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത ഒരു മഹത്വമേറിയ ഒരു വചനമാണ് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ പറയുന്ന ഒരു വചനം, മൈ ഗോഡ് വൈ ഹാവ് യു ഫൊർഗോട്ടൺ മീ. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന്. യേശു പിതാവേ എന്ന് പറഞ്ഞതുകൊണ്ട് പിതാവ് മറ്റൊരിടത്തുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. യേശു പിതാവിനോടാണ് സംസാരിച്ചതെന്ന് പലരും വിശ്വസിക്കും. ഈ ഒരു വചനം മൈ ഗോഡ് വൈ ഹാവ് യു ഫൊർഗോട്ടൺ മീ എന്നുള്ളത് ഒരു പ്രൊഫസി നിറവേറിയതാണ്. ഈ പ്രൊഫസി നിറവേറിയത് ഏത് വചനമാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സങ്കീർത്തനം 51 അധ്യായത്തിലെ ഒരു വാക്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു വാക്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ല. സങ്കീർത്തനം 51 അധ്യായം നമ്മൾക്ക് സുപരിചിതമാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദാവീദിൻ്റെ ഹൃദയം തകർന്നുള്ള വിലാപം പോലെയാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ തോന്നുന്നത്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഒരു മെസാനിക് വേഴ്സാണ്. യേശുക്രിസ്തുവിൻ്റെ തകർന്ന ഹൃദയത്തെ കാണിക്കുന്ന ഒരു വേഴ്സാണ് ഇത്. നമുക്ക് ഹെബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ കാണിച്ചു തരികയാണ്. പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായ ലേഖനം 10 അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. ഈ വേഴ്സ് നമുക്കിവിടെ ഒന്ന് വായിക്കാം. ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹനനയാകവും ദഹനയാകവും എന്നല്ല യഹോവയ്ക്ക് പ്രസാദം. യഹോവയ്ക്ക് പ്രസാദകരമായത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ, തകർന്നും നുറുങ്ങിയ ഒരു ഹൃദയമാണ് യഹോവയ്ക്ക് പ്രസാദമാകുന്നത് എന്നുള്ളതാണ്.
ആരുടെ ഹൃദയമാണ് തകർന്നത്? ഇതിനു മുമ്പുള്ള ഭാഗത്ത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഗെത്സമന തോട്ടത്തിൽ യേശു പറയുന്നത് മരണവേദന അനുഭവിക്കുന്നത് പോലെ തൻ്റെ സങ്കടം, തൻ്റെ ഹൃദയം സങ്കടം അനുഭവിക്കുകയാണ് എന്ന് യേശു പറയുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ മരിക്കാൻ പോകുന്നതിന് മുമ്പുള്ള തകർന്ന ഹൃദയത്തിൻ്റെ കരച്ചിലാണ്. മൈ ഗോഡ് വൈ ഹാവ് യു ഫർഗോട്ടൺ മീ? എൻ്റെ ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞത് എന്ത് എന്നുള്ളത് ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ തകർന്ന ഹൃദയമാണ്, തകർന്ന മനസ്സാണ്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ ഒരു ഹൃദയം, ആ ഒരു മനസ്സ് തകർത്ത് യേശുവിൻ്റെ കരച്ചിലാണത്. ഹനനയാഗവും ദഹനയാഗത്തിനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ആടും മാടും കുൾപ്രാവും ഒക്കെ അവരുടെയൊക്കെ ദേഹത്തും കത്തി വീഴുമ്പോൾ കരയുന്ന ആ ഒരു കരച്ചിൽ തന്നെയാണ് യേശുവും. തൻ്റെ അവസാനത്തെ വാക്കുകളാണത്. തകർന്ന ഹൃദയം, തകർന്ന മനസ്സ്. യേശുവിൻ്റെ ഈ ഒരു മൊഴികൾ മറ്റൊരു പിതാവിനെ കാണിക്കുന്നതല്ല, ഇതൊരു പ്രൊഫസി പൂർത്തിയായതാണ്. തകർന്ന ഹൃദയവും തകർന്ന മനസ്സും തകർന്ന ശരീരവുമായിട്ട് നമുക്ക് വേണ്ടി യഹോവ പൂർണ്ണ മനുഷ്യൻ്റെ രൂപത്തിൽ, യേശുവിൻ്റെ രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഊനമില്ലാത്ത കുഞ്ഞാട് യാഗമായി സ്വയം ബലിയാടായി എന്ന് കാണിക്കുന്ന ഒരു വചനമാണിത്. ഇത്തരം ഒരുപാട് വചനങ്ങൾ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. യേശുക്രിസ്തു പിതാവേ 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 എന്ന് പലയിടത്തും പറയുന്നുണ്ട്. അതിനർത്ഥം മറ്റൊരു പിതാവ് ഉണ്ട് എന്നുള്ളതല്ല. യഹൂദന്മാരുടെ ഏറ്റവും മുഖ്യമായ പ്രാർത്ഥനയാണ് അവരുടെ ക്ഷമാ പ്രയർ. അതെന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യമാണ്. ഹിയർ ഓ ഇസ്രയേൽ, യുവർ ഗോഡ് ലോർഡ് ഈസ് വൺ. കേൾക്കുക ഇസ്രയേലെ, നിങ്ങളുടെ കർത്താവ്. നമ്മുടെ മലയാളം ബൈബിളിൽ അത് ഏകനാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദൈവം ഒരേ ഒരാളാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വചനങ്ങളാണ്. ഏറ്റവും മുഖ്യമായ ലോ ഏതാണ്, കമാൻഡ് എന്താണെന്നുള്ളത് യേശു പറയുന്നത് ഇതേ വചനം തന്നെയാണ് യേശു കോട്ട് ചെയ്യുന്നത്. ഹിയർ ഓ ഇസ്രയേൽ, യുവർ ലോർഡ് ഗോഡ് ഈസ് വൺ. നിന്റെ ദൈവം ഒരാളാണ്. യുവർ ഗോഡ് ഈസ് വൺ ഗോഡ്. ദ ഗോഡ് ഓഫ് ബൈബിൾ ഈസ് വൺ ഗോഡ്. പിതാവും പുത്രനും രണ്ടും രണ്ടല്ല. മുറിച്ചിട്ട് പറയും മൂന്നാണ് പക്ഷേ ഒന്നാണ്, ഒന്നാണ് പക്ഷേ മൂന്നാണ്. എങ്ങനെ വന്നാലും ഈ മുറിക്കുന്നത് എന്തിനാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവിനെ മൂന്നായിട്ട് കാണാതിരിക്കുക. ഇതെല്ലാം കൾമിനേറ്റ് ചെയ്യുന്നത് ഒരാളിലാണ്, ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്, ദ ഗോഡ് ഓഫ് ബൈബിൾ, ദ വൺ ഗോഡ് ഓഫ് ഇസ്രയേൽ. യേശുവിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക. ഫോൾ ഇൻ ലവ് വിത്ത് ദ ട്രൂത്ത്സ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദിസ് ബുക്ക്, ദ ലോർഡ്സ് ബുക്ക്, ബൈബിൾ.